ഇനി അടുത്ത എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോട്ട് വന്നു. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട് ക്ലയൻസിനുമായിട്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് മെൻറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഇത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. മെൻറ്ററിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്ത പാർട്ടും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണ്, ചലഞ്ചസ്? എനിക്ക് ക്ലാസ് എടുക്കാൻ പണ്ട് മുതൽ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പാർട്ടി ബേസിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കും. അതിന് ഞാൻ കോളേജിലുള്ള സമയത്ത് അതിന് പോയായിരുന്നു. ഞാനിപ്പോൾ എത്രയോ കാലമായി ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ബട്ട് ഈവൻ ദോ എനിക്ക് ചെയ്യണമെന്നുണ്ട്, ബട്ട് ഞാൻ അതൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ ജെന്യൂൻ ആണ് വെൽത്ത് മാനേജ്മെന്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും ആൻഡ് അതിനുശേഷം അവരുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നതാണ് പണി. നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം കൂടുതലാണ്. കാരണം ഒരു ക്ലയന്റ് ചോദിക്കും എന്താ മാർക്കറ്റിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത്ര ഡൗൺ ആയി, എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാനുണ്ടാവണം. അവർക്ക് കൃത്യമായിട്ട് അലേർട്ടുകൾ കൊടുക്കണം. അവർക്ക് കൃത്യമായിട്ട് എല്ലാ രീതിയിലുള്ള നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ്മെന്റ്സ് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അത് എപ്പോഴും ഒരു തലവേദനയായിട്ട് ഉണ്ടാവും. സോ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ജോലിയെ മാറിയാൽ അത്ര എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്. നമുക്ക് വരുന്ന ക്ലയൻസും അങ്ങനെയായിരിക്കും. ലൈക്ക് HNI ക്ലയൻസ് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം അവർ വെറുതെ വന്ന് പൈസ തരില്ല. സോ അതിൻ്റെതായ രീതിയിൽ നമ്മൾ നിൽക്കണം, അത്ര മാത്രമേ ഉള്ളൂ.